ട്രീറ്റ്മെന്റിന് ചേർന്നത്. അപ്പൊ എന്റെ ചേച്ചി അവിടെ വർക്ക് ചെയ്യും. അപ്പൊ അന്ന് എന്നെ ദുബായിൽ വെച്ചിട്ട് പുള്ളിക്കാരി ഒരു ഇതിൽ ചേർന്നപ്പോ അവിടെ വെച്ച് ഇതായിട്ടാണ് ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നത്. രേണുസുതിയുടെ ഒരു വിഷയം, അതായത് രേണുസുതിക്ക് ബ്രെസ്റ്റ് ക്യാൻസർ ആണ് എന്നുള്ള ഒരു വിഷയം ഇന്നലെ മുതൽ ഞാൻ കേൾക്കുന്നുണ്ട്. വീഡിയോ ചെയ്യാനുള്ള ഒരു അവസ്ഥയിലല്ലാത്തത് കൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. ക്യാൻസർ ശത്രുക്കൾക്കാണെങ്കിൽ പോലും വരരുത് എന്ന് പലരും ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു സാധനമാണ് ഈ അസുഖം എന്ന് പറയുന്നത്. കാരണം ഇതുമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവര് സഫർ ചെയ്യുന്ന കാര്യങ്ങള്, അവര് കടന്നു പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ നേരിട്ടൊന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും, അയ്യോ ഇതാർക്കും വരാതിരിക്കട്ടെ. രേണുസുതിയുടെ ഈ ഒരു വിഷയം ഞാൻ പറയുന്നില്ല 100% ഞാൻ കൺഫേം ചെയ്തിട്ടാണ് വന്നിരുന്നത് സംസാരിക്കണേ എന്നുള്ളത്. കാരണം ഇതിനെക്കുറിച്ച് രേണുസുതി ഒന്നും സംസാരിക്കാത്തിടത്തോളം കാലം നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. രേണുസുതി വന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് ഇന്ന പോലെ അസുഖമാണ് അല്ലെങ്കിൽ എനിക്ക് ഇന്ന സിറ്റുവേഷനിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഈ നിമിഷം വരെ രേണുസുതി വന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കൺഫേം ചെയ്യാനും പറ്റത്തില്ല. എന്ത് കിട്ടിയാലും അത് എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ അറിയിക്കാൻ നോക്കുന്ന രേണുസുതി ഈ ഒരു വിഷയം ഈ നിമിഷം വരെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. എന്താണ് കരിമലയില ട്രീറ്റ്മെന്റിന് ചേർന്നത്. അപ്പൊ എന്റെ ചേച്ചി അവിടെ വർക്ക് ചെയ്യും. അപ്പൊ അന്ന് കരിമല ഹോസ്പിറ്റലിൽ മറ്റേ കരിമല ഹോസ്പിറ്റലില്ലേ, കരിമലയിൽ ആ ഒരു ഹോസ്പിറ്റൽ തന്നെ ഉണ്ട്, കരിമല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റല്. അവിടെ അന്വേഷിച്ചറിയാൻ പറ്റി. ഇത് ഒറിജിനൽ ഇതാണ്. അത് ദുബായിൽ വെച്ചിട്ട് പുള്ളിക്കാരി ഒരു ഇതിൽ ചെന്നപ്പോ അവിടെ വെച്ച് ഇതായിട്ടാണ് ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നത്. ദുബായിൽ വെച്ച് ഇങ്ങനൊരു കാര്യമുണ്ട് എന്നുള്ളത് കൺഫേം ആയിട്ട് ഇവിടെ ട്രീറ്റ്മെന്റിന് വന്ന എന്നാണ് ഈ വോയിസിൽ പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്നില്ല ഇത് കൺഫേംഡ് ഇൻഫർമേഷൻ ആണെന്നുള്ളത്. കാരണം രേണുസുതി ഇതിനെ കുറിച്ചൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, അത് വീഡിയോ ഇട്ടിട്ടില്ല. പക്ഷെ അവരെല്ലാരും അവൻ അറിഞ്ഞായിരുന്നു ദുബായിൽ വെച്ച് ഈ സംഭവം. അവർക്ക് എന്തോ ഒരു സംഭവം അവിടെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഇവിടേക്ക് വന്ന് ഞാൻ ആ ചിത്താക്ക് മെസ്സേജ് ഇട്ടതിന്റെ തലേ ദിവസമായിരുന്നു പെറ്റ് സ്കാനിങ്ങിന് വേണ്ടിട്ട് വന്നത്. അന്നാണ് കൺഫേം ആയത്. ഞങ്ങൾക്ക് ആളിനെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇത് ഏകദേശം എല്ലാവർക്കും അറിയാം എന്നാണ് ഇവര് പറയുന്നത്. ഇവര് പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്നുള്ളത് രേണുസുതി തന്നെ വന്ന് സംസാരിക്കണം. കാരണം രേണുസുതിനെ കുറിച്ച്, രേണുസുതിയുടെ ഹെൽത്തിനെ കുറിച്ചാണ് ഇത്രയും വലിയൊരു കാര്യം ഇവരിവിടെ വന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിന് റിയാക്ട് ചെയ്യേണ്ടതും ഇതിനെതിരെ സംസാരിക്കേണ്ടതും സത്യമാണെങ്കിലും കള്ളമാണെങ്കിലും ഇത് പറയേണ്ടത് രേണുസുതി തന്നെയാണ്. ഇത് കള്ളമാണെങ്കിൽ ദയവ് ചെയ്ത് രേണുസുതി മിണ്ടാണ്ടിരിക്കരുത്. കാരണം ഇതും ഒരു റീച്ചാണ് അല്ലെങ്കിൽ ഇതും ഒരു ലാഭമാണ് എന്ന് വിചാരിക്കരുത്. കാരണം ഇൻ ഫ്യൂച്ചറിൽ ഇത് കള്ളമാണെന്നുള്ളത് ആരെങ്കിലും പുറത്തെടുത്ത് ഇട്ടാം പൊന്ന രേണുസുതി എല്ലാരും കൂടെ വളഞ്ഞിട്ട് നല്ല രീതിയിൽ ആക്രമിക്കും. ഇത്രയും നാളൊരു മയം ഉണ്ടായിരുന്നു, പിന്നെ അങ്ങോട്ട് ഒരു മയവും കാണത്തില്ല. സോ ഇത് വന്ന് ക്ലിയർ ചെയ്യേണ്ടത് രേണുസുതിയാണ്, സംസാരിക്കേണ്ടത് രേണുസുതിയാണ്. കള്ളമാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് തന്നെ വന്ന് പറയുക. അതല്ല ഇങ്ങനൊരു സാധനം ഉണ്ടെങ്കിൽ ഇങ്ങനൊരു സാധനം ഉണ്ട് എന്ന് വന്ന് സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുമ്പം ചിലപ്പോൾ പലരും ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങ് നിർത്തും. കാരണം ട്രീറ്റ്മെന്റിന് അത്യാവശ്യം പൈസ വേണം, അപ്പൊ എങ്ങനെ വേണേലും പൈസ ഉണ്ടാക്കിക്കോട്ടെ എന്നുള്ള മൈൻഡ് സെറ്റില് ആൾക്കാർ ഇതിനെ വിട്ടുകളയും. അതല്ല മറിച്ചാണെങ്കിൽ, അതായത് ഇങ്ങനെ ഒരു സാധനം ഇല്ല എന്നിട്ടും വന്നിട്ടുണ്ട് എന്ന് പറയരുത്, സ്ഥാപിക്കാൻ ശ്രമിക്കരുത്. ഇൻ ഫ്യൂച്ചറിൽ ഇത് പുറത്തു വന്ന് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അതുകൊണ്ട് പറയുന്നത് ശരിയെന്ന് ഇതിനൊരു ക്ലാരിറ്റി കിട്ടും എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു.